ഇന്ന് ഉച്ചവെളുപ്പം കാലത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഓക്ലൻഡിലേക്കാണ് കേട്ടോ. ന്യൂസിലാൻഡിൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്ലൻഡ് അങ്ങനെ കാണാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അതിനുള്ളൊരു ചാൻസ് ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങി. അങ്ങനെ ഒരു 3 മണിക്കൂർ ട്രാവലൊക്കെ കഴിഞ്ഞ് ഓക്ലൻഡ് എത്തി. അവിടെ ഒരു ചെറിയ പാസഞ്ചർ സർവീസ് നടത്തുന്നൊരു ട്രെയിൻ കണ്ടു. അങ്ങനെ ന്യൂസിലൻഡ് വന്ന് ട്രെയിൻ കണ്ടില്ലെന്ന് കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ മുന്നോട്ട് നടന്നല്ല, കാറിൽ പോയിക്കൊണ്ടിരുന്നു. സിറ്റിയിലോട്ട് അടുത്തടുത്തൊക്കെ ഇങ്ങനെ ചെന്നപ്പോൾ ശരിക്കും ഒരു ഇംഗ്ലീഷ് ലുക്കൊക്കെ ഉള്ളൊരു സ്ഥലവും ഒരു സിറ്റി ഫീലൊക്കെ തോന്നിയത് ഇപ്പോഴാണ്. അതൊക്കെ ഓക്ലൻഡിലാണെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെയും നേരെ പോകുമ്പോൾ ഓക്ലൻഡിൻ്റെ ട്രേഡ് മാർക്കായ സ്കൈ ടവർ കണ്ടു. അത് കയറാനൊന്നും അല്ല കേട്ടോ, അത് കയറാനൊരു $100 ചിലവുള്ളത് കൊണ്ട് അത്യാഗ്രഹത്തിനൊന്നും പോയില്ല. അതിൻ്റെ താഴെ പോയി ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് നേരെ സെൻറ്റ് പാട്രിക്സ് കത്തീഡ്രലിലെത്തി. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു ചേർച്ച് ആയതുകൊണ്ട് അകത്ത് കയറി വല്ല ഇറ്റാലിയൻ മോഡൽ ആർക്കിടെക്ചറൊക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി അന്നകത്തൊക്കെ കയറി നോക്കിയപ്പം കുഴപ്പമില്ല. ഇച്ചിരി നേരം അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങളുടെ സ്ഥിരം പതിവ് പരിപാടിയായ ഫുഡിന് പോയി. അങ്ങനെ റാവീസ് ഇന്ത്യൻ കുസീനിൽ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് നല്ല ടേസ്റ്റി പഞ്ചാബി ബിരിയാണി, ദാൽ മഖാനിയും നാനും ഒക്കെ കഴിച്ച് ഇച്ചിരി അവിടെ നിന്ന് കോപ്രായം കാണിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഓക്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ഓക്ലൻഡിൽ കാര്യമായിട്ട് അധികം കാണാനുള്ള സമയമൊന്നും കിട്ടിയില്ല, കാരണം ഞങ്ങളുടെ പേപ്പർ വർക്ക്സ് കഴിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും ഒത്തിരി സമയമായി. പിന്നെ എന്തായാലും സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങി ആ ഒരു തിരക്കൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. ഏതായാലും ഞങ്ങൾ താമസിക്കുന്നിടത്ത് വലിയ തിരക്കുകളൊന്നും ഇല്ല. അങ്ങനെ അവിടെ നിന്ന് കണ്ട എല്ലാ ബിൽഡിങ്ങും സ്ട്രക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് താണ്ടട ഒരു ലംബോർഗിനി അത് വഴി വന്നത്. ദുബായിയുടെ റോഡിൽ കൂടെ തേരാപ്പാര കണ്ടുകൊണ്ടിരുന്ന ഈ മുതലിനെ ഇവിടെ വന്നിട്ട് ഈ ന്യൂസിലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കാണാനൊരാകാംക്ഷയും കാഴ്ചയ്ക്കൊരു കൂടുതൽ കൗതുകമൊക്കെ തോന്നിയതുകൊണ്ട് അതിനെ നോക്കി നിന്ന് അതിന് വീഡിയോ ഒക്കെ എടുത്തു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി. ഇനിയിപ്പോൾ 3 മണിക്കൂറും ഒക്കെ യാത്ര ചെയ്ത് തിരിച്ച് ടോറൻ്റ് എത്തണമല്ലോ എന്നോർത്ത് ഞങ്ങൾ വണ്ടി കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം നമ്മുടെ ഷിദിന് ചായ കുടിച്ചില്ല, ഇപ്പം ചാവുന്നുള്ള അവസ്ഥയായി. പോകുന്ന വഴിക്ക് ഈ കാണുന്നത് പോലെ ഒരു ഹോട്ടലോ ഒരു നല്ല ചായക്കടയോ ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് അപ്പോൾ ബിനോയ് ബ്രദറിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞങ്ങളെ ചായ കുടിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ബിനോയ് ബ്രദറിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീടെത്തി. ആദ്യത്തെ കാഴ്ചയിൽ ഇതൊരു മലയാളി താമസിക്കുന്ന വീടാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം എല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള ആൻറ്റീക് സാധനങ്ങളും ഒക്കെ നിറഞ്ഞൊരു ചുറ്റുവട്ടം. എനിവേ വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പം ഒരു മലയാളി തന്നെയാണ് ഇറങ്ങി വന്നത്. അങ്ങനെ ഞങ്ങൾ ലുബിൻ ബ്രദറിൻ്റെ മാൽഫിയുടെ വീട്ടിലെത്തി. വീടിൻ്റെ അകം ഇതിലും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ചെല്ലുന്നതല്ലേ എന്നോർത്ത് അകത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പക്ഷെ ഒരു കൺസെൻ്റ് എടുത്തിട്ട് അതുകൂടെ എടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അങ്ങനെ പറഞ്ഞ പോലെ ഹാമിൽട്ടണിലുള്ള സഹൃദരായ മലയാളികളുടെ നല്ല മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ചെന്ന് നല്ല ചായയും ഇച്ചിരി റെസ്റ്റും കുറച്ച് കൊച്ചു വർത്താനവും ഒക്കെ പറഞ്ഞ് ഒരു പരിചയമില്ലായിരുന്നു ഞങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ അവർ ഹോസ്റ്റ് ചെയ്തു കേട്ടോ. ഇനി പോകുന്ന വഴിക്ക് കൈയും വീശി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടുത്തെ പറമ്പിലെ കുറേ ഓറഞ്ചുകളും ഒക്കെ പറിക്കാനൊക്കെ സമ്മതിച്ചു. അതെല്ലാം കവറിലാക്കി അതെല്ലാം പാക്ക് ചെയ്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ആസ് ഓൾവേസ് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ടോറൻ്റയിലോട്ട് പോയി. അങ്ങനെ ഒരു യാത്ര അവസാനിച്ചു, നല്ല കുറേ മെമ്മറീസൊക്കെ ആയിട്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.